നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് പഠിക്കാം. 2023-24 കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. സംസ്ഥാന സർക്കാരും വനിതാ ശിശുവകുപ്പും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശുവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. അടുത്തൊരു പദ്ധതിയാണ് ട്രേസ്. എന്താണ് ട്രേസ് എന്ന പദ്ധതി? അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ട്രേസ്. അപ്പോൾ ഈ ട്രേസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ്. അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്നതാണ് ഈ ട്രേസ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് വിദ്യാവാഹൻ. എന്താണ് വിദ്യാവാഹന്റെ ആപ്ലിക്കേഷനാണ്? വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഒരു ആപ്പാണ് വിദ്യാവാഹൻ. അടുത്തത് അഗ്നി എന്ന ഒരു പദ്ധതിയാണ്. അത് ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അഗ്നി. അപ്പോൾ അഗ്നി എന്ന പദ്ധതി ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അഗ്നി. അപ്പോൾ ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശുവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പൊൻവാക്ക്. അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ട്രേസ്. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ. ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അഗ്നി. അടുത്തൊരു പദ്ധതിയാണ് നേർക്കാഴ്ച. 2023 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതിയാണ് നേർക്കാഴ്ച. അപ്പോൾ നേർക്കാഴ്ച ഒരു നേത്ര ആരോഗ്യ പദ്ധതിയാണ്. ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതിയാണ് നേർക്കാഴ്ച. ഇത് 2023 സംസ്ഥാന ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ആശ്വാസകിരണം പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരെയും സഹായികൾക്കായുള്ള പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതിയാണ് ഇത് ആശ്വാസകിരണം പദ്ധതി. അപ്പോൾ എന്താണ് ആശ്വാസകിരണം പദ്ധതി? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരെയും സഹായികൾക്കായുള്ള പദ്ധതിയാണ് ആശ്വാസകിരണം. 2023 ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ദേശീയ പുരസ്കാരം ലഭിച്ച കേരള പദ്ധതിയാണ് ഗ്രാമവണ്ടി. അപ്പോൾ 2023 ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ദേശീയ പുരസ്കാരം ലഭിച്ച കേരള പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. അടുത്തൊരു പദ്ധതിയാണ് ഒപ്പം. ഇത് തൃശ്ശൂരിലാണ് തുടക്കം കുറിച്ചത്. റേഷൻ കടകളിലെത്തി റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഒപ്പം. ഇത് ഒപ്പം എന്ന പദ്ധതി ഭക്ഷ്യവകുപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണ് ഒപ്പം എന്ന പദ്ധതി? റേഷൻ കടകളിലെത്തി റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഒപ്പം. ഇതിന് തുടക്കം കുറിച്ചത് തൃശ്ശൂരാണ്. അടുത്തൊരു പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. ഇത് നടപ്പിലാക്കുന്നത് കേരള നോളജ് മിഷനും കുടുംബശ്രീയുടെയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. അപ്പോൾ തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതി.
2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. എന്താണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം? 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. വിവ എന്താണ് വിവ എന്ന പദ്ധതി? വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വിവ. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ്. വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിവ. അപ്പൊ വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വിവ. അടുത്തതാണ് അങ്കണം എന്ന പദ്ധതി. അത് സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്കായുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? തൊഴിലരങ്ങത്തേക്ക്. 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വിവ. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അങ്കണം. പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേരള പോലീസിന്റെ പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. അപ്പോൾ പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള പോലീസാണ്. അപ്പോൾ കേരള പോലീസിന്റെ പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേരള പോലീസിന്റെ പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. അടുത്തതാണ് റവന്യൂ ഇ സാക്ഷരത. വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത. വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത. അടുത്തൊരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് വർണ്ണക്കൂടാരം. അപ്പോൾ വർണ്ണക്കൂടാരം എന്ന പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ലക്ഷ്യം? പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. അടുത്തത് ഡിജിറ്റൽ പാഠശാല പദ്ധതി. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് ഡിജിറ്റൽ പാഠശാല പദ്ധതി. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല പദ്ധതി. റീപൊസിഷനിങ് മിൽമ 2023. റീപൊസിഷനിങ് മിൽമ 2023 സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കുവാനുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്ത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കുവാനുള്ള പദ്ധതിയാണ് റീപൊസിഷനിങ് മിൽമ 2023. അടുത്ത ഒരു പദ്ധതിയാണ് ധീരം. എന്താണ് ധീരം എന്ന പദ്ധതി? സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ധീരം. അപ്പോൾ ധീരം പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഏത്? ധീരം പദ്ധതി. ഇത് നടപ്പിലാക്കുന്നത് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ഈ ധീരം എന്ന പദ്ധതി ആരംഭിച്ചത്. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ധീരം പദ്ധതി. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസിമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആശാധാര പദ്ധതി. എന്താണ്? ആശാധാര പദ്ധതി. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസിമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആശാധാര.
സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. എന്താണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്? സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? കുടുംബശ്രീ പദ്ധതിയാണ്. അപ്പോൾ കുടുംബശ്രീ പദ്ധതിയാണ് 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് നേർവഴി. എന്താണ് നേർവഴി എന്ന പദ്ധതി? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് നേർവഴി. ഇത് ആരംഭിച്ചത് കേരള എക്സൈസ് വകുപ്പാണ്. അപ്പോൾ നേർവഴി എന്ന പദ്ധതി ആരംഭിച്ചത് കേരള എക്സൈസ് വകുപ്പാണ്. എന്താണ് ലക്ഷ്യം? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. അനന്യ മലയാളം പദ്ധതി. എന്താണ് അനന്യ മലയാളം പദ്ധതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ വേണ്ടി മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം പദ്ധതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ വേണ്ടി മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. ഔദ്യോഗിക ഭാഷയിൽ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഭാഷാ സംഘം. എന്താണ് ഭാഷാ സംഘം? ഔദ്യോഗിക ഭാഷകൾ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഘം. ഔദ്യോഗിക ഭാഷകൾ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഭാഷാ സംഘം. രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന? രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതിയാണ് സ്പോഞ്ച് സിറ്റി പദ്ധതി. അപ്പോൾ കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതിയാണ് സ്പോഞ്ച് സിറ്റി പദ്ധതി. ഈ പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ആപ്പാണ് ഷീ ടൂറിസം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. അടുത്തതാണ് ഉയരോട് ചേർത്തിടാം. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബമാണ് ഉയരോട് ചേർത്തിടാം. അപ്പോൾ എന്താണ്? ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബമാണ് ഉയരോട് ചേർത്തിടാം. അടുത്തൊരു പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം എന്ന പദ്ധതി. ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ദേവസ്വം വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം. ദേവാങ്കണം ചാരുഹരിതം. ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ദേവസ്വം വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം. അന്യം നിന്നുപോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. അപ്പോൾ നാട്ടുമാവും തണലും എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് വകുപ്പാണ്? വനം വന്യജീവി വകുപ്പാണ്. നാട്ടുമാവും തണലും എന്ന പദ്ധതി ആരംഭിച്ചത് അന്യം നിന്നുപോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. അടുത്തതാണ് കെ ഫോൺ. എന്താണ് കെ ഫോൺ? കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ. അപ്പോൾ കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? കെ ഫോൺ.
അടുത്ത ശരണ്യ. ശരണ്യ എന്ന പദ്ധതി എന്താണ്? സ്വന്തം കഴിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി സ്വയം സംരംഭങ്ങളുടെ ജീവിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. അപ്പോൾ എന്താണ് ശരണ്യ എന്ന പദ്ധതി? സ്വന്തം കഴിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി സ്വയം സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത്? ശരണ്യ എന്ന പദ്ധതി. ശരണ്യ എന്നത് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അടുത്തതാണ് കർമ്മചാരി. എന്താണ് കർമ്മചാരി? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി. കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് നൈറ്റ് സീറോ എമിഷൻ പദ്ധതി. നൈറ്റ് സീറോ എമിഷൻ പദ്ധതി. കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് നൈറ്റ് സീറോ എമിഷൻ പദ്ധതി. മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രിയ ഹോം. എന്താണ്? മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രിയ ഹോം. അടുത്ത പ്രൈഡ്. എന്താണ് പ്രൈഡ് എന്ന പദ്ധതി? കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. എന്താണ് പ്രൈഡ് എന്ന പദ്ധതി? കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. അപ്പോൾ ചിരി എന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ചിരി. തൊഴിൽ തീരം. തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൊഴിൽ തീരം. അപ്പോൾ എന്താണ് തൊഴിൽ തീരം പദ്ധതി? തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൊഴിൽ തീരം. അടുത്തത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബാലസഭാംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബാലസഭാംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി. റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. അപ്പോൾ എന്താണ് മാതൃയാനം പദ്ധതി? പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാകുന്ന പദ്ധതിയാണ് സാഗർമാല. അപ്പോൾ എന്താണ് സാഗർമാല പദ്ധതി? തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അതാണ് നവകിരണം പദ്ധതി. എന്താണ് നവകിരണം പദ്ധതി? കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ശുഭയാത്ര. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ശുഭയാത്ര. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെയും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെയും
ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇന്ദ്രധനുഷ്. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സമുന്നതി. ജീവിതശൈലി രോഗനിർണയത്തിനും കാരണങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്താനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശൈലി ആപ്പ്. ജീവിതശൈലി രോഗനിർണയത്തിനും കാരണങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്താനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? ശൈലി ആപ്പ്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. അപ്പോൾ എന്താണ് പോഷക സമൃദ്ധി മിഷൻ? കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. അടുത്ത PM വിശ്വകർമ്മ വായ്പാ പദ്ധതി. എന്താണ് PM വിശ്വകർമ്മ വായ്പാ പദ്ധതി? പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ട് രൂപം കൊടുത്ത പദ്ധതിയാണ് PM വിശ്വകർമ്മ വായ്പാ പദ്ധതി. പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ട് രൂപം കൊടുത്ത പദ്ധതിയാണ് PM വിശ്വകർമ്മ വായ്പാ പദ്ധതി. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. അപ്പോൾ എന്താണ് മഞ്ചാടി എന്ന പദ്ധതി? ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. തുല്യതാ പഠന പദ്ധതി. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ചതാണ് തുല്യതാ പഠന പദ്ധതി. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് തുല്യതാ പഠന പദ്ധതി. കേരളത്തിലെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണിയിലാണ്. കേരളത്തിലെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രം പദ്ധതി വെള്ളായണി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രഗ്രാമം പദ്ധതി. അപ്പോൾ എന്താണ് ഗോത്രഗ്രാമം പദ്ധതി? കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രഗ്രാമം പദ്ധതി. ഉജ്ജീവനം. എന്താണ് ഉജ്ജീവനം? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഉജ്ജീവനം. ഡിജി കേരളം പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. ദീപ്തി എന്ന പദ്ധതി കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി. എന്താണ്? കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടിയാണ് പദ്ധതിയാണ് ദീപ്തി. ഇത് സംസ്ഥാന സർക്കാരാണ് ആരംഭിച്ചിരിക്കുന്നത്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. അപ്പോൾ എന്താണ് സശ്രദ്ധം? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിക്ക് നയിക്കാൻ തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. അപ്പോൾ തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. എന്താണ് ഉദ്ദേശം? കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിക്ക് നയിക്കാനായിട്ട് തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. 18നും 25നും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
വയോസാന്ത്വനം പദ്ധതി. വയോസാന്ത്വനം പദ്ധതി എന്താണ്? വയോസാന്ത്വനം പദ്ധതി 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം. ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. സാമൂഹ്യനീതി വകുപ്പാണ് വയോസാന്ത്വനം പദ്ധതി നടപ്പിലാക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുക എന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024. അപ്പോൾ എന്താണ് മിഷൻ റെയിൻബോ 2024? കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുക എന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024. ബാല്യം അമൂല്യം. എന്താണ് ബാല്യം അമൂല്യം പദ്ധതി? പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം. പ്രൈമറി സ്കൂൾ തലത്തില് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂര്. അപ്പോൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതി ഏതാണ്? സൗഹൃദ സമേതം പദ്ധതി. ഇത് ആരംഭിച്ച ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂര്. അടുത്തത് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. എന്താണ് ഈ ഹോപ്പ് എന്ന പദ്ധതി? പഠനം മുടങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിക്കാൻ യുനിസെഫിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടെയുള്ള പദ്ധതിയാണ് ഹോപ്പ്. പഠനം മുടങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിക്കുവാൻ യുനിസെഫിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടെയുള്ള പദ്ധതിയാണ് ഹോപ്പ്. അംഗനവാടികളിൽ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അംഗൻവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. അപ്പോൾ എന്താണ് ഉറവ തേടി? ഒരു ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ്. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. അക്ഷയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് അക്ഷയ. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് അക്ഷയ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണ് സംവാദ. അപ്പോൾ എന്താണ് സംവാദ എന്ന പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയാണ് സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുവാനുള്ള അവസരം നൽകുന്നത്. അപ്പോൾ എന്താണ് സംവാദ എന്ന പദ്ധതിയുടെ ലക്ഷ്യം? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയാണ് സംവാദ.
കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര. ബൈക്ക് എക്സ്പ്രസ്. എന്താണ് ബൈക്ക് എക്സ്പ്രസ് എന്ന പദ്ധതി? ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. അപ്പോൾ ഇത് ബൈക്ക് എക്സ്പ്രസ് എന്നത് KSRTCയുടെ ഒരു പദ്ധതിയാണ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി? ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്തതാണ് കെയർ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ. K-Lift. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-Lift. എത്ര പേർക്കാണ്? ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്കാണ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-Lift. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചിലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ സ്നേഹഹസ്തം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന വനം വകുപ്പാണ്. സംസ്ഥാന വനം വകുപ്പ് ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം. അപ്പോൾ ഉദയം എന്ന പദ്ധതി ആരംഭിച്ചത് കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ്. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അടുത്താണ് ചെങ്ങാതി. എന്താണ് ചെങ്ങാതി എന്ന പദ്ധതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. അപ്പോൾ കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ചെങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുവാനായിട്ടാണ് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. അടുത്തതാണ് ഹൃദ്യം. എന്താണ് ഹൃദ്യം എന്ന പദ്ധതി നോക്കാം. ജന്മനാ ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യവും ഒരു സംസ്ഥാന സർക്കാർ പദ്ധതിയാണ്. ജന്മനാ ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ഇത് നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുന്നത് നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അടുത്ത മധുരം. എന്താണ് മധുരം പദ്ധതി? വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പദ്ധതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് K4 കെയർ പദ്ധതി. K4 കെയർ പദ്ധതി. കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് K4 കെയർ പദ്ധതി. അടുത്തത് മലയാള മധുരം. എന്താണ് മലയാള മധുരം പദ്ധതി എന്ന് നോക്കാം. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം പദ്ധതി.
അടുത്ത ശരണബാല്യം. എന്താണ് ശരണബാല്യം? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബാലചൂഷണം തടയാനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബന്ധു പദ്ധതി. എന്താണ് ബന്ധു പദ്ധതി? തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. അടുത്തതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ആദർശശില. അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. ആദർശശില എന്താണ്? അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. അടുത്തൊരു പദ്ധതിയാണ് PM കുസും യോജന. PM കുസും യോജന കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും യോജന. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും യോജന. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി കുക്കീസ് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം. കുക്കീസ് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം എന്ന പദ്ധതിയാണ് പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി. ശലഭം. എന്താണ് ശലഭം എന്ന പദ്ധതി? സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ്. ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ്. അത് സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെയാണ്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം. ആശ്വാസകിരണം പദ്ധതി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അപ്പോൾ എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി? അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അടുത്തൊരു പദ്ധതിയാണ് കൂട്ട്. എന്താണ് കൂട്ട് എന്ന പദ്ധതി നോക്കാം. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്ചൻ ബച്ചാവോ ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. അപ്പോൾ എന്താണ് കൂട്ടെന്ന പദ്ധതി? സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.